ഏവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അമ്മ സ്വാഗതമൊക്കെ പറയാത്തന്നെ വെച്ചാൽ നമ്മളിന്ന് കുക്കിംഗ് ഒന്നും അല്ല ചെയ്യുന്നത്. ഇനി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അല്ലേ, നമ്മുടെ ലൈഫിലെ കാര്യങ്ങളാണ്. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യങ്ങളും നമ്മൾ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലായിടത്തും യുവജനോത്സവങ്ങൾ നടക്കുന്ന സമയമാണ്. സബ് ജില്ല ജില്ല കഴിഞ്ഞു, ജില്ല ചില സ്ഥലത്ത് കഴിഞ്ഞു, സ്റ്റേറ്റ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു. അപ്പൊ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് എടുത്താലും വാട്സപ്പ് എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും എല്ലാം കാണുന്ന, അല്ലെങ്കിൽ TV തുറന്നാലൊക്കെ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റുകളിൽ കോഴ, അല്ലെങ്കിൽ കലോത്സവ വേദിയിലെ അടി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ എല്ലാ സ്ഥലത്തും. അതായത് ഇനി ന്യൂസിൽ വരാത്ത കാര്യങ്ങൾ നോക്കിയാൽ നമ്മൾ സബ് ജില്ലകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, സബ് ജില്ലയിലും ജില്ലയിലും ചെന്ന് കഴിഞ്ഞാൽ ന്യൂസിൽ വരാത്ത സ്ഥലത്തും ജഡ്ജ്മെന്റ് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അടി, ഒരു ബഹളം, അത് സംഭവമാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല, ഇത് പണ്ട് മുതലേ ഇത് ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ദീപനാളം ചാനലിൽ എന്താണ് യുവജനോത്സവമായിട്ട് ബന്ധം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യുവജനോത്സവത്തിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ കാവ്യാണേലും ഒക്കെ ഞങ്ങൾ സ്റ്റേറ്റും ഒക്കെ പോയി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇങ്ങനെ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, ഈ ജഡ്ജ്മെന്റിൽ ചില പ്രശ്നങ്ങൾ, ജഡ്ജ്മെന്റിലെ പ്രശ്നങ്ങൾ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പം പല പരിപാടി അവതരിപ്പിക്കുമ്പോഴത്തേക്കും ജഡ്ജ്മെന്റിൽ പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഴ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്ത് എന്താണ് ഇതിൽ ശരിക്കും നടക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്നെ അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം കുറെ നാളുകളായിട്ട് അവളാണെങ്കിലും ഇപ്പോൾ MA ഒക്കെ കഴിഞ്ഞതിന് ശേഷം നാളുകളായിട്ട് ജഡ്ജ്മെന്റുകളിലുണ്ട്, ജഡ്ജിങ് പാനലിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഒത്തിരി സ്ഥലത്ത് ജഡ്ജ്മെന്റിൽ പോയി. പക്ഷെ ഈ പോയതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് കുറച്ചിരിക്കുകയാണ് അല്ലെ. കാരണം പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് പോകുന്നില്ല ജഡ്ജ്മെന്റിൽ. ഈ വർഷം 2 സ്ഥലത്ത് ജഡ്ജ്മെന്റിന് പോയി. അപ്പൊ അവിടുത്തെ കഥയും കൂടി ഒന്ന് പറയാം, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഈ ബഹളങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന നൃത്തവേദികളിലാണ്, ഡാൻസ് ഐറ്റംസ്. ഇപ്പൊ അവളാണെങ്കിൽ എല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭരതനാട്യം, കുച്ചിപ്പുടി, ഇങ്ങനെയുള്ള ഫോക്ക്, ഇങ്ങനെയുള്ള ഐറ്റംസിനാണ് പങ്കെടുത്തത്. ഇപ്പൊ MA എടുത്തിരിക്കുന്നത് ഭരതനാട്യത്തിൽ, PhD ചെയ്യുന്നത് ഭരതനാട്യത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിൽ പോകുമ്പോൾ ക്ലാസിക്കൽ ഐറ്റംസ്, ഫോക്ക്, ഗ്രൂപ്പിന് അങ്ങനെ ഇരിക്കാറില്ല. എന്നാലും ക്ലാസിക്കൽ ഐറ്റംസ്, ഫോക്ക് വേണ്ടി വന്നാൽ ഫോക്ക്, ഈ ഐറ്റംസിനാണ് ജഡ്ജ്മെന്റിന് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് പങ്കെടുക്കുമ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് ഇത്രയും രൂക്ഷമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് മൊബൈൽ ഇല്ല, ഇത്രയും മീഡിയ അറ്റൻഷൻ ആ സമയത്ത് കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഒരു ജഡ്ജ്മെന്റിൽ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു ഫാമിലിക്ക് അന്നത്തെ കാലത്ത് അവള് പങ്കെടുക്കുന്നത് ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് പങ്കെടുക്കുന്നത്. അതുമല്ല ഇപ്പൊ നമുക്ക് ഡിസ്ട്രിക്റ്റിലൊക്കെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ പുതിയ ഐറ്റംസ് അങ്ങനെ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റിലേക്കൊക്കെ കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഈ പൈസ നമ്മൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കണം നമ്മൾ ഭയങ്കര ബെഡാ ടീംസാണ്, ഭയങ്കര പൈസക്കാരാണ്. കാരണം ഈ ക്ലാസിക്കൽ ഐറ്റംസിൽ പങ്കെടുക്കണമെങ്കിൽ നല്ല പൈസ വേണം. ഡ്രസ്സായാണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും, ഇനി പുതിയ പാട്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പഠിപ്പിക്കുന്നതിനൊക്കെ ഒരു പുതിയ ഐറ്റം സെറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എക്സ്പെൻസ് വേണം. അറിയാവുന്ന ആളുകൾക്ക് അറിയാം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ പല രീതിയിലുള്ള തിരിമറികൾ, അഡ്ജസ്റ്റ്മെന്റുകൾ, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സ് മടുത്തു പോകും. ഇതാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പല പേരൻസിനും സംഭവിക്കുന്ന കാര്യം. കാരണം അത്രയും നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കുട്ടീനെയും കൊണ്ട് നമ്മൾ പ്രോഗ്രാം സ്ഥലത്ത് വരുന്നത്. അപ്പൊ ആ പ്രോഗ്രാം സ്ഥലത്ത് വരുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സ് ഇടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ജഡ്ജിങ് റിസൾട്ട് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സൊന്നങ്ങ് ഡിപ്രസ്ഡ് ആയി പോകുമ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാരങ്ങ് ൂണ്ട് വിളയാടി പ്രതികരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അപ്പൊ പണ്ട് നമുക്ക് പറ്റിയുള്ള അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ള കാര്യം പറയാലോ, ഈ കഞ്ഞി കുടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് പോലും അതുപോലും മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഡ്രസ്സ് എടുക്കേണ്ടതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഡ്രസ്സും സാധനങ്ങളും ടീച്ചേഴ്സിന്റെ പൈസയും കൊടുത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സത്യം പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം. നമുക്ക് അന്ന് ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പറയാനോ ഒന്നും വലിയ ആളുകളോ ആൾബലോ ഒന്നും
ഉണ്ടായിരുന്നു അന്ന് ആ സമയത്ത് അല്ലെ. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ അപ്പീൽ കൊടുക്കാം. ഇപ്പൊ ജില്ലയിൽ പ്രൈസ് പോയി കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാം. ഈ അപ്പീൽ കൊടുക്കണമെങ്കിൽ പോലും അവിടെ പോലും നമുക്ക് പിടിയുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ പോലും പാസ്സാക്കി കിട്ടത്തുള്ളൂ. അതായത് ഇച്ചിരി ഹൈ ക്ലാസ് ടീംസ് പിടിപാടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അപ്പീൽ കിട്ടും. കാരണം അപ്പീലിന് വരുന്ന ആൾക്കാരും ഈ പ്രോഗ്രാമിന്റെ ജഡ്ജിൽ അന്നിരുന്നവരല്ലാതെ വേറെ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് ഹോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇതെല്ലാം ഒരു മാനേജ്മെന്റിലാണല്ലോ പോകുന്നത്. അതേസമയം പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നത് കോർട്ട് ഓർഡറുകൾ എടുത്തിട്ടാണ്. കോർട്ട് ഓർഡറുകൾ, ഈ കോർട്ട് ഓർഡറുകളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റിന്റെ പൈസ, ഇനി അപ്പീൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ അപ്പീൽ ഫീസ് കൊടുക്കണം. ഇപ്പൊ ഏതോ ഓരോ ജില്ല തീരുമാനം ഇത്ര രൂപയാണ് അപ്പീൽ ഫീസ്. ഇപ്പൊ 3000 എന്ന് പറഞ്ഞാൽ 3000. ഇപ്പൊ ഇപ്പോഴും ചില ജില്ലകളിൽ അപ്പീലിന് 2500 വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് 2500 രൂപ അപ്പീലിനുള്ളൂ. അതേസമയം പത്തനംതിട്ടയിൽ 5000 രൂപയാണ് ഇപ്പൊ അപ്പീലിന്റെ ഫീസ്. അപ്പൊ ഇങ്ങനെ ഓരോ ജില്ലകളിൽ അപ്പീൽ ഫീസുകൾ അതാത് പ്രോഗ്രാം കമ്മിറ്റി തീരുമാനിക്കുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ അപ്പീൽ എടുത്ത് ഇപ്പൊ നമ്മൾ പങ്കെടുത്തുള്ള എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഈ 3 ജില്ലകളിൽ നിന്ന് ഞങ്ങൾ മത്സരിച്ചു. കാരണം ജില്ലകൾ മാറി മാറി മത്സരിച്ചിട്ടുണ്ട് കാര്യം പറയാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ അപ്പീലിന്റെ പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ അപ്പീൽ എടുക്കാനായിട്ട്. ഇനി അപ്പീൽ എടുത്തതിന് ശേഷം ഈ അപ്പീൽ തള്ളിക്കളഞ്ഞാലാണ് നമുക്ക് കോർട്ട് ഓർഡർ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കോർട്ട് ഓർഡർ എടുത്തിട്ടാണ് സ്റ്റേറ്റിൽ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ പോകുന്നത്. കാരണം ഈ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ഡാൻസ് പാട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് സ്റ്റേറ്റിൽ പോയി പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, ആ സ്റ്റേറ്റിലെ വേദിയിൽ ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതിനു വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നത്. ഇനി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയത് കൊണ്ട് ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയതുകൊണ്ട് അവള് ജഡ്ജിമെന്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ നമുക്ക് ക്ലീൻ ആയിട്ട് പറയാൻ പറ്റും. ഇന്ന് നമ്മുടെ അക്കൗണ്ട്സുകളാണെങ്കിലും നമ്മുടെ വാട്സപ്പ് ചാറ്റുകളാണെങ്കിലും നമ്മുടെ ഫോൺ ആണെങ്കിലും എല്ലാം ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന സിറ്റുവേഷനാണ്, പരിശോധിക്കാവുന്ന സിറ്റുവേഷനിലാണ്. ഒരു സ്ഥലത്ത് പോലും ജഡ്ജിമെന്റുകൾക്ക് പോയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജഡ്ജ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ളൊരു പരിപാടി അവളെ സംബന്ധിച്ച് ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. കാരണം അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ആ ഒരു പ്രശ്നം നമുക്കൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അവള് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ സങ്കടപ്പെട്ടുണ്ട്, കുറെ കരഞ്ഞിട്ടുണ്ടുള്ള കാര്യം പറയാലോ. എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഭരതനാട്യ മത്സരത്തിൽ സ്റ്റേജിൽ നിന്ന് ഒമിറ്റ് ചെയ്യാൻ തുടങ്ങിയ കുട്ടിക്ക് ഫസ്റ്റ് വന്നു, ഇവളെ പിന്നിലേക്ക് തള്ളിയിട്ടുണ്ട്. ആ സമയത്ത് അങ്ങനെ നമ്മൾ പുതിയ ഐറ്റം ചെയ്തിട്ട് അങ്ങനെ സംഭവിച്ച കേസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. കാരണം ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മൾ പോയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞാണ് അവള് വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾ വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജഡ്ജ്മെന്റിനൊന്നും പോകുന്നില്ല. പക്ഷെ അവളെ സംബന്ധിച്ച് ഇന്നും എന്നും എപ്പോഴും അവളൊരു പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കുട്ടിക്ക് പോലും അർഹതയില്ലാത്തൊരു കുട്ടിക്ക് ഒരാൾ പറയാണ് ഇന്ന കുട്ടിക്ക് പ്രൈസ് കൊടുക്കണം, ഇന്ന കുട്ടീനെ പരിഗണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിഗണനയ്ക്ക് ഇന്ന് വരെ നിന്നിട്ടില്ല. നന്നായിട്ട് ചെയ്യുന്നവർക്ക് പ്രൈസ് കൊടുക്കുക, അവർക്ക് കൊടുക്കുക എന്നുള്ള ഒറ്റ വിചാരമുള്ളൂ. കാരണം എന്താ പറയുക, ഇത് കലയാണ്. നമ്മൾ പറയുന്ന ഒരേ ഇത് കലയാണ്. നമുക്ക് നാളെ നമ്മുടെ കാലിൽ ഒരു കൊച്ചൊരു മുള്ളു കൊണ്ടാൽ മതി ഈ പരിപാടികളെല്ലാം നമുക്ക് നിന്ന് പോയിട്ട്, അല്ലെ? അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾക്കാരെ അവരുടെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ പോയി അവരുടെ ജീവിതം നിന്നു. എന്തിനു വേണ്ട അടുത്തൊരു 5 മിനിറ്റ് കൂടി നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റുമോ? അപ്പൊ ഒരു കാരണവശാലും ഇല്ലാത്ത ഒരാൾക്ക് പ്രൈസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച് പ്രൈസ് മറിക്കുക, ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇന്നേ വരെ അവള് പോയിട്ടില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ നമുക്ക് കിട്ടിയിട്ടുള്ളത്? കുറെ ജഡ്ജ്മെന്റുകൾക്ക് പോയി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ജഡ്ജ്മെന്റുകൾക്ക് ആരും വിളിക്കുന്നില്ല എന്ന് വേണേൽ പറയാം, അല്ലെ? വിളിച്ചാലും പോകുന്നില്ല. വിളിച്ചു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും വിളിക്കുന്ന ആളോട് ചോദിക്കും എന്തെങ്കിലും ഇതുണ്ട്, ജെനുവിൻ ജഡ്ജ്മെന്റ് ആണോ, വരാം. ജെനുവിൻ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്തിട്ട് പോരാം എന്നല്ലാതെ ഒരു പരിപാടിക്കും പോകുന്നില്ല. ഇങ്ങനെയാണ് കാവ്യ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്നുള്ള കാര്യം പറയാം. പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും വിളിച്ച് പോയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു കാരണം, ഇനി ഇതെങ്ങനെ പരിഹരിക്കാന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഇതൊന്ന്. ഇനി മറ്റൊരു പ്രശ്നമുണ്ട്, നമ്മൾ വളരെ ജെന്യുവിൻ ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്താലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴുവനും, അതായത് ഒരു ജഡ്ജിങ് പാനൽ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ടല്ലേ, തിരിമറി ചെയ്തിട്ടാണോ ഒന്നും പറയാൻ, അങ്ങനെ അല്ലാതെ ജെന്യുവിൻ ആയിട്ടിരിക്കുന്ന എത്രയോ ജഡ്ജസ് ഉണ്ട്. ഇതില് വിരലിൽ എണ്ണാവുന്ന ആളുകൾ, അല്ലെങ്കിൽ തുലവും തുച്ഛം ആൾക്കാര്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെ? ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന പല ജഡ്ജസും ഇങ്ങനെയൊന്നും അല്ലാണ്ട് വളരെ ഇതൊക്കെ ഒരു ദൈവികമായ കലയായിട്ട് ദൈവം തന്നൊരു ദാനം ഇത്. അല്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനുള്ള കഴിവ് ദൈവം കൊടുക്കേണ്ടല്ലേ. അപ്പൊ ദൈവം തന്നൊരു കലയാണ്. അത് ദൈവികമായി കണ്ടുകൊണ്ട്
മാർക്കിടാൻ വന്ന പല ജഡ്ജസും ഉണ്ട്. അതിപ്പോൾ ഡാൻസിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും എന്ത് ഐറ്റംസിലാണെങ്കിലും അങ്ങനെയുള്ള ജഡ്ജസ് ഉണ്ട്. പക്ഷെ ഇന്നത്തെ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നടന്ന് കഴിയുമ്പോഴേക്കും ഏത് ജഡ്ജസ് ഇരുന്നാലും അവരെ അട്ടപ്പടല ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഹോബി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇത് പരിഹരിക്കാനായിട്ട് പല മാർഗങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളോ ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയധികം ഇഷ്യൂസ് കാര്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇനി പ്രതികരിക്കുന്ന പേരൻസിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ പേരൻസിനും ആഗ്രഹം എന്താണ് നമ്മുടെ കുട്ടിക്ക് കിട്ടണം എന്നുള്ള രീതിയിലിരിക്കണം. ഇപ്പൊ 10 പേര് നന്നായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിചാരം എന്താ, നമുക്ക് കിട്ടണം. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ വിചാരം നമ്മുടെ കുട്ടിയാണ് ബെസ്റ്റ് ആയിട്ട് ചെയ്തതെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് പ്രൈസ് പോകുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകും, ഉറപ്പാണ്. ഇപ്പൊ നമ്മൾ ഇച്ചിരി മോശമായിട്ട് കളിച്ചാലും പ്രൈസ് പോകുമ്പോൾ നമുക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ആ ഒരു ജസ്റ്റ് പൊട്ടിത്തെറിയിൽ അവിടെ നടക്കുന്ന മുഴുവൻ ആൾക്കാരെയും കൂടെ കൂടിയിട്ട് നമ്മളങ്ങ് വയലന്റ് ആകും ആൾക്കാർ. അപ്പൊ ഇതാണ് ഒരു പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജഡ്ജ്മെന്റുകളിൽ നന്നായിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാതെ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിനെ രണ്ടിനെയും പരിഹരിക്കാനൊക്കെ നമുക്ക് പറ്റും. അതിലെ മാർഗത്തിലേക്ക് ഞാൻ വരാം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് വരെ നമ്മളാരും ജഡ്ജ്മെന്റിന് പോയിട്ട് ഇങ്ങനെ അത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പരിഗണിക്കുക, ഇങ്ങനെ നമ്മുടെ ഒരു അധ്യാപകനോടുള്ള ഒരു ഫേവറിസം കാണിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. കാരണം അതിന്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ കല എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ്. അത് ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ അതിനായിട്ട് നമ്മൾ ഒരിക്കലും കളിക്കരുത്, അതിനായിട്ട് നമ്മൾ കളിക്കാൻ പോകരുത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. നമ്മുടെ കല ദൈവത്തിന്റെ ദാനം. അപ്പൊ അത് നമ്മൾ എല്ലാ ടീച്ചേഴ്സ് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും പിള്ളേരുണ്ട്, നമുക്കും ആൾക്കാരുണ്ട്, നമുക്കും ലൈഫുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ സബ് ജില്ലകളിലും ജില്ലകളിലും ഒക്കെ എങ്ങനെ ഈ ജഡ്ജസിന്റെ പേര് പുറത്തായി പോകുന്നത്? ഒരു കണക്ക് പറഞ്ഞ പാവപ്പെട്ട ജഡ്ജസ് ആരെങ്കിലും ചിലപ്പോൾ അല്ലാത്തവരും ഉണ്ട് കേട്ടോ, ജഡ്ജസ് വന്നിരിക്കുന്നു. ഇവരുടെയൊക്കെ ലിസ്റ്റുകളും കാര്യങ്ങളും എങ്ങനെ ഔട്ടാകുന്നു? അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റിയിലും നന്നായിട്ട് ജെന്യുവിനായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം കമ്മിറ്റിയുണ്ട്, അല്ലാത്ത പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്നതാണ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് അതിനെ കറക്റ്റായിട്ട് അതിനെ സീക്രസി കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, ഇതിനെ ഫേവറിസം കാണിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ ജഡ്ജസ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ പേരുകൾ ഔട്ടാകുന്നത്. അവർക്ക് മറ്റുള്ളവർ അവരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ തയ്യാറാവുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇതിനൊക്കെ ബദലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ ജഡ്ജ്മെന്റിൽ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ LP തലത്തിലുള്ള മത്സരം നമ്മുടെ സബ് ജില്ല വരെ മാത്രമേ ഉള്ളൂ, സബ് ജില്ല കൊണ്ട് തീരുന്നു. UP തലത്തിലുള്ള മത്സരം ജില്ല കൊണ്ട് തീരുന്നു. സ്റ്റേറ്റിലേക്ക് പോകുന്ന ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി ആണ്. അപ്പൊ ഇവിടെ പലപ്പോഴും ജഡ്ജ്മെന്റുകൾക്ക് പോകുമ്പോൾ ജഡ്ജസ് സാധാരണ LPയിലെ കുട്ടികൾ വളരെ കുറച്ച്, അവർ ആ സബ് ജില്ലയിൽ മാത്രമുണ്ട്, കുഞ്ഞു കുട്ടികളാണ്, അവരെ മാക്സിമം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം പ്രൈസുകൾ പല ജഡ്ജസും കൊടുക്കാറുണ്ട്. ഇപ്പൊ നൃത്ത മത്സരങ്ങൾ, അങ്ങനെ പല മത്സരങ്ങൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന മത്സരങ്ങൾക്കൊക്കെ 1ഉം 2ഉം ഫസ്റ്റുകൾ അല്ലെങ്കിൽ ഷെയർ സെക്കൻഡുകൾ, ഷെയർ തേർഡുകൾ. അപ്പൊ എന്താ വെച്ചാൽ അത് ഒന്നിലധികം കൊടുക്കുമ്പോഴത്തേക്കും ആ കുട്ടികൾക്കൊരു സന്തോഷം, അവർക്കൊരു മോട്ടിവേഷൻ ഒക്കെ കിട്ടണം. കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒരു ഗ്രേസ് മാർക്ക് ഇല്ല, അവർക്കൊരു ഹയർ കോമ്പറ്റീഷന് പോകാൻ പറ്റത്തില്ല. ഈ സബ് ജില്ലയിലും ജില്ലയിലും ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ഒരു 2 പിള്ളേർക്ക് ഫസ്റ്റ് കൊടുത്തെന്നോർത്തൊന്നും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. കാരണം നന്നായിട്ട് കളിച്ച 2 പിള്ളേരുണ്ട്, 2 പേർക്ക് ഫസ്റ്റ് കൊടുക്കുക അവർക്ക്. കാരണം ഹയർ ലെവലിലേക്ക് അവരെ വിടണ്ട. കാരണം ഇതൊക്കെ എനിക്ക് ഇവള് പറഞ്ഞു തന്നിട്ടുള്ള അറിവാണ്. ഇവൾ എന്നോട് പറയാറുണ്ട് പലപ്പോഴും, സബ് ജില്ലയിൽ നടക്കുമ്പോൾ LP പിള്ളേർക്ക് 1ഓ 2ഓ ഫസ്റ്റ് കൊടുത്ത് എന്നെ കുഴപ്പം, അല്ലെങ്കിൽ 2 സെക്കൻഡൊക്കെ കൊടുത്ത് എന്നെ കുഴപ്പം. അത്രയും പിള്ളേർക്ക് ഒരു പ്രോത്സാഹനമല്ലേ കിട്ടുന്നത്, ഒരു വേദിയിൽ നമുക്ക് അത്ര അർഹതയല്ലേ കിട്ടുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജില്ലാ മത്സരം വരുമ്പോൾ UPക്കും സാധാരണഗതിയിൽ മനസാക്ഷിയുള്ള ജഡ്ജസ് ഒക്കെ എന്ത് ചെയ്യും, 2 സെക്കൻഡ് അല്ലെങ്കിൽ 2 ഫസ്റ്റ് ഇങ്ങനെയൊക്കെ ഷെയർ ഫസ്റ്റും ഷെയർ സെക്കൻഡും കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 6 ടീമിന് 2 വെച്ച് കൊടുക്കുമ്പോൾ 6 ടീമുകൾക്ക് ഒരു 10 ടീമൊക്കെ ആയിരിക്കും മത്സരിക്കണേ. അപ്പൊ ഈ 6 ടീം എന്ന് പറഞ്ഞാൽ ഇവരാരും മോശമല്ല, ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന കുട്ടികൾ, ഹൈ പെർഫോമൻസിലുള്ളവർ, ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നവരാണ് ഇപ്പൊ ജില്ലയിലൊക്കെ വരുന്ന എല്ലാ ആൾക്കാരും തന്നെ. അല്ലാതെ അത്രയ്ക്ക് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പൊ അവർക്ക് 1ഓ 2ഓ പേർക്കൊക്കെ ഒരു 2ഉം അങ്ങനെ കൊടുത്തുന്നത് ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും ഒരു ഗ്രേസ് മാർക്കും ഗവൺമെന്റ് കൊടുക്കുന്നില്ല, 10 പൈസ കൊടുക്കുന്നില്ല. പിന്നെ എന്താണ്, ഒരു 10 രൂപയുടെ ചെലവിൽ വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്, ഇത്രയാണ് കൊടുക്കുന്നത്. അപ്പൊ ആ സ്റ്റേജിൽ ഒന്ന് അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറയുന്നുള്ളൂ. ഈ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിൽ പോലും ഈ കുട്ടിക്ക് ഫസ്റ്റ് ആണെന്ന് എഴുതാറില്ല.
മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കിട്ടി, ഭരതനാട്യം ഫസ്റ്റ് കിട്ടി, സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അതിൽ ഒരിക്കലും ഫസ്റ്റ് ഒന്നില്ല, എ ഗ്രേഡേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ട് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ 3 കുട്ടികൾ ഒരുപോലെ വന്നാൽ 3 പേർക്കും ഫസ്റ്റ് ആണെന്ന് പറയാലോ. ഇനി സാധാരണ ഇരിക്കുന്ന അപ്പൊ അത് പഠിപ്പിച്ച ടീച്ചേഴ്സിനും ഈ പേരൻസിനും അതിലൂടെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ മത്സരത്തിൽ പോയവർക്ക് അറിയാവുള്ളൂ, നമുക്ക് ഒന്നും കിട്ടാനില്ല, ഈ പേര് മാത്രമേ അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് 2 പേർക്ക് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ച് നന്നായിട്ട് കട്ടയ്ക്ക് വന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ കലോത്സവത്തിൽ ഗ്രൂപ്പ് ഡാൻസിന് ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് കാവ്യാണ് പോയത്. ഓക്കെ, കാവ്യ ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് പോയി 3 ഫസ്റ്റാണ് കൊടുത്തത്. UPക്ക് 3 ഫസ്റ്റാണ് കേട്ടോ. കാരണം അവള് പറഞ്ഞ 3 ടോപ്പ് ലെവൽ കോമ്പറ്റീഷൻ, അതായത് ഒന്നും എടുത്ത് കഴിയാൻ അത്രയ്ക്ക് ടൈറ്റാണ് മത്സരം, നടന്ന മത്സരം. കാരണം 3 ഫസ്റ്റ് 2 സെക്കൻഡ് ഇങ്ങനെയാണ് ഐറ്റംസ് വരുന്നത്. ഓക്കെ, പ്രൈസ് അത്രയും ടാലന്റ് ആണ് കുട്ടികൾ. പക്ഷേങ്കിൽ ഇത് ഇവര് ആദ്യമേ റിസൾട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് പ്രോഗ്രാം കമ്മിറ്റി പറഞ്ഞു ഇത് പറ്റത്തില്ല. കാരണം എന്താണ്, ഈ 3 എണ്ണം കൊടുക്കാൻ പറ്റില്ല, ഒരെണ്ണം സിസ്റ്റത്തിൽ കയറുള്ളൂ, അതുകൊണ്ട് ഒരാൾക്ക് ഫസ്റ്റ്, ഒരാൾക്ക് സെക്കൻഡ്, ഒരാൾക്ക് തേർഡ് ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവർ ആ 3 ഫസ്റ്റ് വന്നതിനെ തന്നെ പിന്നീട് വീണ്ടും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ മാർക്ക് വേരിയേഷൻസ് നോക്കിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആക്കി. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ 3 പേർക്കും ഫസ്റ്റ് കൊടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ അവിടെ ഒന്ന് അനൗൺസ് ചെയ്യാം 3 ഫസ്റ്റ് ആണ്, പക്ഷെ ഒരാളുടെ പേരെ സിസ്റ്റത്തിൽ കയറത്തുള്ളൂ. ഇങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന പേരൻസിന് എത്ര സന്തോഷമാണ്. അപ്പൊ അവിടെ ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടായി. കാരണം അവർ ചോദിക്കുന്ന പേരൻസും നൃത്ത അധ്യാപകരും ചോദിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇത് UP അല്ലേ, നിങ്ങൾക്ക് മനസാക്ഷിയില്ലേ? അവരാണ് ചോദിക്കുന്ന കാര്യം. നിങ്ങൾ UP മത്സരമല്ലേ, ഇവർക്ക് ഹയർ ലെവൽ കോമ്പറ്റീഷൻ ഇല്ല, ഇവർക്ക് ഗ്രേസ് മാർക്ക് ഇല്ല, ഇവർക്ക് 10 രൂപയുടെ ഒരു സാധനം കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല ഇവർക്ക്. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ഒന്നിലധികം അല്ലെങ്കിൽ ഫസ്റ്റ് ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി സെക്കൻഡും തേർഡും ഒക്കെ ആ പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ പാടില്ല, ഒന്ന് അനൗൺസ് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ച ഒരു ബഹളം ഉണ്ടാക്കി. സംഭവം സത്യമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാം കമ്മിറ്റിയൊക്കെ ഇങ്ങനെ ഈ LPയുടെ സബ് ജില്ലയും UPയുടെ സബ് ജില്ലയൊക്കെ ഒന്ന് ലിബറൽ ആക്കി. ഇത്തരത്തില് നമ്മൾ എന്തിനാ ഈ പ്രൈസ് കൊടുക്കുന്നത്? കുട്ടികളെ കലയിലേക്ക് കുട്ടികളെ ആകർഷിക്കാനല്ലേ. സത്യം പറയാലോ, ഇപ്പൊ ഈ സബ് ജില്ലയിലും നടക്കുന്ന ഈ മത്സരത്തിലൂടെ കഴിവുള്ള കുട്ടികളെ ഇല്ലാണ്ടാക്കി കഴിയുന്നത്. കാരണം പൈസയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ കയറിപ്പോകാം, പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചു വരുന്ന കലയെ സ്നേഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ഇതുപോലത്തെ ഒരൊറ്റ മത്സരത്തിൽ പങ്കെടുത്താൽ മതി, അവന്റെ ജീവിതത്തിൽ അവൻ പിന്നെ കല എന്ന് പറയുന്ന എന്ന അക്ഷരത്തിലേക്ക് ഒരു നോക്കത്തില്ല. ആ അവസ്ഥയിലായി മാറും കുട്ടികൾ. കാരണം അവർക്ക് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പാടില്ല? നമ്മുടെ സബ് ജില്ലയിലൊന്നും ഒരിക്കലും സ്ഥാനം കൊടുക്കുന്നില്ല. ഈ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ അവിടെ അനൗൺസ് ചെയ്താൽ പോലും അത് സർട്ടിഫിക്കറ്റിൽ എഴുതത്തില്ല. കാരണം എന്താ വെച്ചാൽ കോടതി വിധിയുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും നമുക്ക് മത്സരങ്ങൾക്ക് പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് അവിടെ അന്നേരം അനൗൺസ് ചെയ്യുന്നുള്ളൂ. ടോപ്പ് പൊസിഷനിൽ വന്ന ടീം എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ ടോപ്പ് പൊസിഷനിൽ വന്ന 3 ടീമുണ്ട്, സെക്കൻഡ് ടോപ്പിൽ വന്ന 2 ടീമുണ്ട്, അല്ലെങ്കിൽ 3 ടീമുണ്ട് എന്ന് അനൗൺസ് ചെയ്ത് എത്ര മാത്രം. അതാണ് ഒരു വിഷയം ഞാൻ പറയാൻ വന്നത്. ഇനി മറ്റൊരു പ്രശ്നം, എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കാം അതും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം മറ്റൊന്നുമല്ല, പലപ്പോഴും ഈ ജഡ്ജിങ് പാനലുകളെല്ലാം വിളിക്കുന്നത് നമ്മുടെ സബ് ജില്ലാ കമ്മിറ്റികളാണ് വിളിക്കുന്നത്. അതിന് പകരമായിട്ട് എൻ്റെ ഒരു സജഷൻ, എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ, എന്തുകൊണ്ട് സ്റ്റേറ്റിന് ഈ കാര്യം ചെയ്തുകൂടാ? നമ്മുടെ ഈ ഓൾ കേരളയിൽ ഇത്രയും എക്സാംസുകളും ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് നമുക്കുള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റേറ്റ് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഒരു ജഡ്ജിങ് പാനലിനെ വെച്ചുകൂടാ? കാരണം അതിലേക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ ആളുകൾക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, അവരുടെ സർട്ടിഫിക്കറ്റ് വെച്ച് അവർക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ആ സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ടീമിന് എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു ജില്ല, ഇപ്പൊ എറണാകുളം ജില്ല അടക്കം, എറണാകുളം ജില്ലക്കാർ പോലും അറിയണ്ട, സ്റ്റേറ്റിന് നേരിട്ട് അവിടെ ഉള്ള ജഡ്ജിങ് പാനലിനെ അവർക്ക് നിശ്ചയിക്കാൻ പാടില്ലേ? അപ്പൊ ഒരിക്കലും ലോക്കൽ കണക്ഷൻ വരില്ല. കാരണം എപ്പോഴും നമ്മളുടെ ആൾക്കാർ പരാതി ഉന്നയിക്കുക പ്രോഗ്രാം കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ, അവർ പല സ്കൂളിലാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ സ്കൂളുകളുമായിട്ടുള്ള ഒരു ഫേവറിസം ഉണ്ടാകാം. കാരണം അതർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ചില ആളുകൾ ഏറ്റെടുക്കുവാണ് ജഡ്ജിങ് പാനൽ, ജഡ്ജസിനെ വിളിക്കാനായിട്ട്. അപ്പൊ ഒരു ബൾക്കായിട്ട് ഒരാൾക്ക് കൊടുക്കുന്നു, അവർ ജഡ്ജസിനെ വിളിക്കുന്നു. ഈ സിസ്റ്റം മാറ്റിയിട്ട് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിന് എടുത്തുകൂടാ? കാരണം പല സ്ഥലത്തും വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ ഇരിക്കും. ഇപ്പൊ ഓട്ടംതുള്ളൽ അറിയില്ലാത്ത ഒരാൾ ഓട്ടംതുള്ളലിനും ജഡ്ജ്മെന്റിന് വരുന്നു. എത്രയോ കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എത്രയോ കലാകാരന്മാരുണ്ട്. അപ്പൊ ഓട്ടംതുള്ളലും പഠിപ്പിക്കുന്നവരും കഥകളി പഠിപ്പിക്കുന്നവരും മോഹിനിയാട്ടവും ചാക്യാർകൂത്തും ഇതിനൊക്കെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം, ഇത്തരമുള്ള ആൾക്കാരെ എൻട്രി ക്ഷണിച്ചിട്ട് അവരുടെ ഒരു ലിസ്റ്റ് ഗവൺമെന്റ് സെൻട്രലൈസ് ചെയ്ത് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ SCRT അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രമേളയൊക്കെ അവിടെ ഒരു വിങ് തന്നെ ഉണ്ടാക്കിയിട്ട് ഇത്രയും
ബഹളങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഒരു ലിസ്റ്റ് തയ്യാറാക്കുവാണ്. എന്നിട്ട് സ്റ്റേറ്റ് അതിൽ നിന്ന് സ്റ്റേറ്റിന്റെ ഒരു ബോർഡ്, കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബോർഡ് എന്ത് ചെയ്യുക, അവര് ഓരോ ജില്ലകളിലേക്കും ഓരോ സബ് ജില്ലകളിലേക്കും ഉള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, ഈ സബ് ജില്ലകളിൽ ഒന്നുമുള്ള പ്രോഗ്രാം കമ്മിറ്റിക്കാർക്ക് ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല ആരാ ജഡ്ജ്മെന്റ് വരുന്നതെന്ന്. മനസ്സിലായില്ലേ? ഒരിക്കലും അറിയാൻ പറ്റില്ല. ജില്ലയിലിരിക്കുന്ന ഒരു കമ്മിറ്റിക്കും അറിയാൻ പറ്റില്ല ആരാ ജഡ്ജസ് ആരാ വരുന്നത്. അതിന് സ്റ്റേറ്റിന് ഒരു പ്രത്യേക വിങ്ങിനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ചെയ്യാൻ പറ്റും. ഇനി അതും കുറെ നാൾ കഴിയുമ്പോൾ ഇതിന്റെ അപ്പുറമുള്ള പ്രശ്നങ്ങളാകുമല്ലോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എന്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്കത് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയുക, അഭിപ്രായപ്പെടുക. എന്തായാലും നമുക്കിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജെനുവിൻ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്മൾ പറയാം, ഒരു മനുഷ്യനും ഞാൻ പറയുന്നത്, നമ്മുടെ കല, നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് അത് ദൈവിക ദത്തമാണ്, ദൈവികമായിട്ട് തന്ന കാര്യങ്ങൾ. അതിനെ നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ വാങ്ങിച്ചിട്ട് അതിനെ മറിച്ച് വിൽക്കാൻ പോകുന്നത് ദൈവത്തോട് കാണിക്കുന്ന വലിയ നന്ദികേടാണ് എന്ന്, അല്ലെങ്കിൽ നിന്നയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരാണ് ഞങ്ങള്. കാരണം ഞങ്ങള് മത്സരത്തിൽ ഇപ്പൊ അവളെയാണെങ്കിലും കാവ്യനാണെങ്കിലും കോമ്പറ്റീഷൻസിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട്, അത്രയ്ക്ക് ബുദ്ധിമുട്ടി, അത്രയ്ക്ക് കരഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മാറ്റേണ്ട കാലമായി. രക്ഷിതാക്കളും മറ്റുള്ളവരും വിചാരിക്കുക എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല, എല്ലാ ജഡ്ജസും ഒരുപോലെ അല്ല. മനസ്സിലായില്ലേ? ഇതിൽ നല്ല ജഡ്ജസും ഉണ്ട്, മോശം ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്താണ്, എല്ലാരും ജഡ്ജ്മെന്റിന് പോയോ അവർ തെറി കേട്ടിട്ടേ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോരുള്ളൂ, തെറി കേട്ടിട്ട് അവർ ഇറങ്ങി പോരുള്ളൂ. കാരണം അവരെ എന്തും പറയാവുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ശരിക്കും പറഞ്ഞാല് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റും ഒക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ പോലും ആളില്ലാത്ത അവസ്ഥയാകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാവശ്യമായി മാറും. കലയെ സ്നേഹിക്കുന്ന കുട്ടികളെ ഭാവിയിൽ ഇല്ലാതാക്കുന്നതായി മാറും. ഒന്നില്ലെങ്കിൽ ഈ മത്സരം അങ്ങ് ഒഴിവാക്കുക. അവൾ ഒരിക്കലും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു ഐറ്റം പഠിപ്പിക്കുക, കോമ്പറ്റീഷനിൽ ഇറക്കുക എന്നുള്ളതിനെ മോട്ടിവേറ്റ് ചെയ്യാറില്ല. പകരം എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഡാൻസ് പഠിക്കണം, നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് മ്യൂസിക് പഠിക്കണം, നിങ്ങൾക്ക് പഠിക്കുക. കാരണം അവിടെ എല്ലാം ഉണ്ട്, മ്യൂസിക്കും ഡാൻസും ഇൻസ്ട്രുമെന്റ്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കല പഠിക്കണം, കല പഠിക്കുക. മത്സരത്തിനെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങളൊരു പ്രോഗ്രാം പെർഫോം ചെയ്യുമ്പോൾ ഒരാൾ അയ്യേ ആ കൊച്ചെന്നെ കാണിച്ചത്, അല്ലെ അവരെന്നെ കാണിക്കുന്നത് എന്ന് പറയാതെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. അത്രേ ഉള്ളൂ അവരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാകും. എല്ലാ പേരൻസിനും പ്രൈസ് വരുമ്പോൾ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം വിചാരിക്കുക, ജഡ്ജസ് എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്, ജെനുവിൻ ആയിട്ടുള്ളവരും അല്ലാത്തവരും കാണും. മറ്റൊന്ന്, നമ്മുടെ ഈ ജഡ്ജിങ് പാനലിനെ വിളിക്കുന്നതിന്റെ അകത്ത് കുറച്ചുകൂടി ഒരു സീക്രസി കീപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഗവൺമെന്റ് മാറാനായിട്ട് തയ്യാറാകുക. രണ്ടാമത്തെ കാര്യം, മനസ്സിലായില്ലേ? മറ്റൊന്ന്, നമ്മുടെ കുട്ടികളെ മത്സരത്തിന്റെ ബുദ്ധിയിൽ നിന്ന് മാറ്റിയെടുക്കുക. മത്സരം വേണ്ട, നമ്മൾ എന്തിനാ മത്സരിക്കുന്നത്? ഇത് കലാമേളയായിട്ട് പോട്ടെ. കലയെ സ്നേഹിക്കുന്നത്, ഈ മത്സരം എന്നുള്ള ഇടപാട് അതിന് വേറെ എന്തെങ്കിലും സിസ്റ്റം കൊണ്ടുവന്നാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കണം, കലാമേളകള്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം. അപ്പോൾ കല ഒരിക്കലും മരിക്കുന്നില്ല കേട്ടോ. കലയെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതെന്നും സത്യമുള്ളതായിരിക്കട്ടെ. ഓക്കെ, ബൈ.